സർക്കാരിൻ്റെ കാര്യം എടുക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ ഭൂരിഭാഗവും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്ന പല വിഷയങ്ങൾ ഒക്കെ ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പലതും ഒരു ടാക്ടിക്കലായ തീരുമാനമാണെങ്കിൽ തന്നെയും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുക എന്നുള്ളത് നല്ലൊരു കീഴ്വഴക്കവുമാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വിഷയമാണ് വിലക്കയറ്റം എന്നുള്ളത്. അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകണമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അതിന് കാരണമായി ഇവർ പറയുന്നത് കേരളത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ കൃത്യമായി വെളിപ്പെടാൻ ഉണ്ട്, അതിനുശേഷം മാത്രമേ ഇത് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടാണ് സത്യത്തിൽ വി ഡി സതീശൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ധവളപത്രം പുറത്തിറങ്ങിയതിന് ശേഷം മാത്രം ചർച്ച എന്നുള്ളതാണ്. അതായത് ധവളപത്രം എന്ന് പറയുന്നത് കൃത്യമായി പഠിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നൊരു രേഖയാണ്. അതിൽ കൃത്യമായി എന്താണ് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ, നിലവിലുള്ള അവസ്ഥ എന്താണ്, എത്രത്തോളം കടത്തിലാണ് നമ്മുടെ സംസ്ഥാനം, എത്ര പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടി, എത്ര പണം നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് കിട്ടാത്തത്, ഇനി എന്ത് കിട്ടും, ഇനി കിട്ടാൻ എന്തു ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന വളരെ വിശദമായ ഒരു രേഖയാണ് ഈ സമിതിയോട് നൽകാൻ വേണ്ടി സതീശൻ അല്ലെങ്കിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ മറുപടി പറയാം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അത് സത്യത്തിൽ അങ്ങനെ അതിനെ അംഗീകരിക്കാമെങ്കിൽ തന്നെയും ജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ വിലക്കയറ്റം എന്നുള്ള വിഷയം നിയമസഭ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഈ ഇന്ധന വില ഇപ്പോൾ ദിനേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അത് മറ്റെല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്ന സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനും വില കൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഗ്യാസ് കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം കാരണമായി എല്ലാ സാധനങ്ങൾക്കും നമുക്ക് തന്നെ അറിയാമല്ലോ, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു 500 രൂപ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി കയ്യിലുണ്ടാവാറില്ലല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സതീശൻ തന്നെ പറയുന്നു കേരളമാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം, അതെല്ലാം നിങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനെന്താണ് പരിഹാരം എന്ന് പറയുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് എന്താണ് എന്ന് പറയാൻ അത് കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനം. അതിനുള്ളൊരു സൂചനയെങ്കിലും ഇന്നത്തെ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് നൽകാമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് സതീശൻ പറഞ്ഞ പല കാര്യങ്ങളെയും നമുക്ക് അംഗീകരിക്കാം. കാരണം കഴിഞ്ഞ സർക്കാർ ഒരിക്കൽ പോലും പെട്രോൾ വിലവർദ്ധനയിൽ ലഭിച്ച അധിക വരുമാനം വേണ്ടെന്ന് വെക്കാൻ തയ്യാറായിട്ടില്ല. നേരത്തെ ഒരിക്കൽ ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായതല്ലാതെ അതിനുശേഷം അതുണ്ടായിട്ടില്ല. കാരണം കേരളത്തിന് പല ആവശ്യങ്ങളുണ്ട്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള പല ആനുകൂല്യങ്ങളും അവശ്യ ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ പണം അത്യാവശ്യമാണ്. അപ്പം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് പറയാം അത് ചിലവാക്കൂ, ഇവിടെ കൊടുക്കൂ, അവിടെ കൊടുക്കൂ എന്ന് കൃത്യമായി പറയാം. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടി വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അടിയന്തര പ്രമേയത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി പറയേണ്ടത്. നേരത്തെ അജിം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ആ കാര്യങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ അന്ന് ചെയ്തതിനെ കവർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് പറയുക, ആ ഉത്തരവാദിത്തമാണ് വി ഡി സതീശൻ ഇന്ന് കാണിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ക്ഷമിക്കാം, കുറച്ച് ദിവസം കൂടി ധവളപത്രം വരട്ടെ.